ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തലയുയർത്തി നിൽക്കുന്ന 8 STS ക്രെയിനുകളെ നമുക്ക് കാണാൻ സാധിക്കും. യാർഡ് ക്രെയിനും കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കുകളെയും അപ്ഡേഷൻ എടുക്കാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദാ കൊണ്ട് ഫില്ല് ചെയ്ത ബ്രേക്ക് വാട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ ഘടന 2950 മീറ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 100% കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നിലവിൽ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ ഒരു 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. ആ റോഡിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഹെവി സ്ലാബുകൾ ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. വളരെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഈ പറയുന്ന ക്രെയിനുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ സ്ലാബിൻ്റെ വർക്കുകൾ ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഈ പോർഷനിലെല്ലാം നടക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഉണ്ടോ. ഏകദേശം നമ്മൾ ഈ സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നുള്ള അപ്ഡേഷൻ അനുസരിച്ച് 280 മീറ്ററാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 300 മീറ്ററിന് പുറത്ത് കംപ്ലീറ്റ് ചെയ്ത് കാണും. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കുകളെല്ലാം പോകുന്നത്. ഡേ നൈറ്റാണ് വർക്കുകളെല്ലാം നടക്കുന്നത്. അതിനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് വർക്കുകളെല്ലാം മുന്നോട്ട് പോവുകയായിരിക്കും. ഇതാ നമുക്ക് ഈ പറയുന്ന സ്ലാബുകൾ കൊണ്ടുപോകുന്ന ലോറികളെയും നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ പറയുന്ന ലോറികളിലാണ് സ്ലാബുകൾ കൊണ്ടുവരുന്നത്. ഈ സ്ലാബുകളാവട്ടെ നമ്മുടെ പോർട്ടിൻ്റെ ഒരു സൈഡിലേക്ക് ധാരാളമായി അൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ് കാണുന്നത്. 800 മീറ്ററോളം ബെർത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് ഫേസിൽ നമുക്ക് 800 മീറ്റർ ബെർത്തും 2960 മീറ്റർ ബ്രേക്ക് വാട്ടറുമാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ബെർത്തിൻ്റെ പോർഷനിൽ നിന്നും യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി ഒരു നിർമ്മിതിയുണ്ട്. ആ വർക്കുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചു പോകുന്നു. കാരണം ഈ യാർഡ് എക്സ്റ്റൻഷൻ ബെർത്തിനുമായിട്ട് പാരലാവാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു നിർമ്മിതിയുള്ളൂ. അത് മാത്രമല്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ധാരാളം ചെമ്മണ്ണ് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് യാർഡ് പോർഷൻ്റെ വർക്കുകൾ. അത് മാത്രമല്ല യാർഡ് പോർഷൻ്റെ വർക്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കി STS ക്രെയിൻ രണ്ട് രീതിയിൽ 8 STS ക്രെയിനും 2 സെറ്റായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം ഒരു സെറ്റിൻ്റെ പോർഷനിൽ മാത്രമാണ് ഇപ്പോൾ കപ്പലുകൾക്ക് വരുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഈ പറയുന്ന 400 മീറ്റർ കംപ്ലീറ്റ് ആയി, 400 മീറ്ററിൽ 500 മീറ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ 800 മീറ്ററോളം ബെർത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും അതായത് ഈ 400 മീറ്ററിൻ്റെ ഭാഗത്ത് കുറച്ച് പോർഷനിൽ ഇനി യാർഡ് പോർഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന 2 പോർഷനായിട്ട് നമ്മുടെ STS ക്രെയിൻ തരംതിരിച്ച് നിർത്തി ഒരു കപ്പലിന് മാത്രം പോർട്ടിൽ എടുക്കാൻ സാധിക്കുക. ഇനി രണ്ടാമത്തെ പോർഷനിൽ യാർഡ് ക്രെയിനിൻ്റെ വർക്കുകൾ വളരെ വേഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഷിപ്പുകൾക്ക് ഒരേ സമയം ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്താൻ സാധിക്കും. കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന പോലെ, വളരെ കുറച്ച് പോർഷൻ മാത്രമാണ് യാർഡ് പോർഷനിൽ ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ട്രഡ്ജ് ഔട്ട്പുട്ട് ഓസും നമുക്കിവിടെ മടക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഈ പറയുന്ന 2028 നമ്മുടെ ഈ പറയുന്ന ബെർത്ത് ഏതാണ്ട് 1200 മീറ്റർ കംപ്ലീറ്റ് ആയി. 2000 മീറ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്ഥലം കൂടി കാണിക്കാൻ പലരും പറയുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ കുന്നൊക്കെ ആണെങ്കിൽ ഇത് നിലവിൽ അദാനിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്, വിഴിഞ്ഞം പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന പോർഷനാണ്. ഈ പോർഷൻ്റെ പാരലായിട്ടായിരിക്കും നമ്മൾ ഈ ബെർത്ത് പോർഷൻ 2000 മീറ്റർ ആവുന്നത്. പക്ഷേ നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ ആവട്ടെ നമ്മൾ ഈ കാണുന്ന പോലെ 2960 മീറ്റർ ഉള്ളത് ഇനി 3000 മീറ്ററേക്ക് മാറുമ്പോഴത്തേക്കും നമ്മൾ തൊട്ടപ്പുറത്ത് ഇതാ ഒരു മല കാണാൻ സാധിക്കും. മലയെന്നല്ല, ഒരു കടലിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കരിങ്കല്ലുകളാണ്. ഈ പോർഷൻ്റെ അടുത്ത് ഏതാണ്ട് വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും ഈ പോർഷനിൽ നിന്ന് അപ്ഡേഷൻ. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ കോമ്പൗണ്ട് വാളിന് ചേർന്നിട്ടുള്ള റോഡുകൾ, അതായത് നമുക്ക് ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡും തേർഡും ഫോർത്തും ഫേസിലെ വർക്കുകൾ നടക്കുന്നതിന് ആ റോഡ് അനിവാര്യമാണ്. ആ റോഡിൻ്റെ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വിഷ്വൽ നമ്മൾ വളരെ ദൂരെ നിന്നും മുറിച്ചായിട്ട് റോഡിൻ്റെ വർക്കുകളെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ഇന്ന് റോഡിൻ്റെ വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി എത്രത്തോളം കംപ്ലീറ്റ് ആവാനുണ്ട് എന്ന് നോക്കി റോഡിലൂടെ നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ സൈഡിലുള്ള റോഡ് തന്നെയാണിത്. ഇപ്പോൾ നമുക്ക് STS ക്രെയിനും യാർഡ് ക്രെയിനും നമ്മുടെ PO ബിൽഡിങ്ങും അതുമാത്രമല്ല കോമ്പൗണ്ട് വാളും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയ റോഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 10-15 മീറ്ററോളം വീതിയുണ്ട് ഈ റോഡിന്. നീളം നമുക്ക് നോക്കാം, എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം നല്ല മഴയും ചെളിയും തന്നെയായിരുന്നു. കാരണം
ഞാൻ ഈ കാണുന്ന പ്ലേസ് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം മുകളിലോട്ടുള്ള പ്ലേസ്, ഹൈറ്റുള്ള പ്ലേസിൽ നിന്നും വെള്ളം ധാരാളം കുത്തിയൊലിച്ച് ഈ ഭാഗത്തൊക്കെയാണ് കെട്ടിക്കിടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാരണം ഇവിടെ കൂടി വണ്ടി ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൻ്റെ വർക്ക്, അതായത് 2960 മീറ്റർ ബ്രേക്ക് വാട്ടറും 800 മീറ്റർ ബെർത്തിൻ്റെ പണികളും അതിനോടനുബന്ധിച്ച് യാർഡ് വർക്കുകളും കഴിഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ പോർട്ട് ഫസ്റ്റ് ഫേസ് കമ്മീഷനാവും. അപ്പോൾ നിലവിൽ ധാരാളം ഷിപ്പുകൾ വന്ന് നമ്മുടെ പോർട്ടിൽ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്, അതായത് നിലവിൽ ഈ മദർഷിപ്പിലെ കണ്ടെയ്നർ എത്തിച്ചതിന് ശേഷം ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ചെറിയ ഫീഡർ വെസലിലായിട്ട് ധാരാളം ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വരികയും അതിനോടനുബന്ധിച്ച വർക്കുകൾ നടക്കുന്ന സമയത്ത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ 3 സ്റ്റേജിലെ വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 2028 ആകുമ്പോൾ മാത്രമാണ് 4 കിലോമീറ്റർ ബെർത്തും 1200 4 കിലോമീറ്ററോളം ബ്രേക്ക് വാട്ടറും 2 കിലോമീറ്ററോളം ബെർത്തിൻ്റെ പണികളും ഇനി നടക്കാനുണ്ട്. അപ്പോൾ ആ വർക്കുകൾ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഹെവി എക്യുപ്മെൻറ്റ്സും നാച്ചുറൽ സ്റ്റോണുമായിരിക്കും ഈ റോഡ് വഴി കൊണ്ടുപോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള റോഡും അതിനോട് ചേർന്നിട്ടുള്ള ഓട പ്രധാനമായിട്ട് ചെയ്യേണ്ട കാരണം ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് മുമ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ധാരാളം ഇവിടെ നിന്നുള്ള വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം ലോറികളിലെ മാറ്റുന്ന അതാണ് നമ്മളീ കാണുന്നത്. ഞാനൊരു ഉച്ചയോടെ എത്തിയപ്പോഴാണ് അവിടെ എത്തിയത്. ആ സമയത്ത് ഈ പറയുന്ന ധാരാളം മാലിന്യങ്ങളെല്ലാം ഇവിടെ നിന്നും പിന്നെ ലോറിയിലേക്ക് കോരി മാറ്റുകയാണ്. ഈ സ്ഥലത്തെല്ലാം കണ്ടോ, ഇത്രയും ഹൈറ്റാണ് ആ പ്ലേസ്. ഇതിനെക്കാട്ടി ഹൈറ്റ് കൂടുതലാണ് അങ്ങോട്ട് പോകും തോറും. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്നും വരുന്ന മഴവെള്ളം ഇതെല്ലാം ഒലിച്ചിവിടെ ഇറങ്ങി ഈ പ്ലേസ് എല്ലാം ചെളിയാവുന്നതോടനുബന്ധിച്ച് അല്ലെങ്കിൽ കൂടുതൽ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഓടേൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുമ്പോൾ നിലവിൽ ഈ ഓടയിലേക്ക് വേസ്റ്റ് വെള്ളം വീഴുകയും അതുവഴി കടലിലേക്ക് പോവുകയും ചെയ്യും. മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതുമാത്രമല്ല ഇതുവഴി അനായാസനം പിന്നെ ലോറികൾക്ക് പാസ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഈ റോഡ് കോൺക്രീറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഈ പറയുന്ന ടാർ റോഡായിരിക്കും. പല രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ റോഡ് വികസിപ്പിച്ചെടുക്കും. ആ സമയത്ത് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് കൊത്തി വരാതിരിക്കാൻ വേണ്ടിയാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ ഓടേൻ്റെ വർക്കുകൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടെ അധികം ചെളിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ മണലിൻ്റെയൊക്കെ ഈ ലോറി പോയതിൻ്റെയൊക്കെ പാടാണ് ഇവിടെ കാണുന്നത്. അല്ലാത്ത കണ്ട ഈ പോർഷനെല്ലാം വർക്ക് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്യുന്ന പണികളാണ് നമുക്ക്. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന സ്ലാബിന് നീളവും വീതിയും വളരെ കൂടുതലാണ്. എത്ര മീറ്ററാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ നോക്കാമായിരുന്നു ആ സമയത്ത്. വേണമെങ്കിൽ നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് എത്ര മീറ്ററാണ് അതിൻ്റെ ഡെപ്തും ഹൈറ്റും ലെന്ത് നമുക്ക് നോക്കാം. ലെന്ത് നമുക്ക് ഉദ്ദേശം മനസ്സിലാവും എത്ര മീറ്റർ ആണെന്ന്. എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് ഓഫ് സ്ലോപ്പാണ് ഇവിടെ വരുന്നത്. ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓടേൻ്റെ വർക്ക് സ്ലോപ്പ് കുറച്ച് അങ്ങോട്ട് പോയിട്ട് കടലിലേക്ക് വിടും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിന്നും ഇതേപോലെ സ്ലാബിൻ്റെ പണിയും നടത്തി 2 സ്ലോപ്പ് ഒരേ സൈഡിൽ വന്നിട്ട് കടലിലേക്ക് വിടുകയാണ്. കണ്ടോ, ഇങ്ങനെ കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഓടേൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഇവിടെ എക്സ്കവേറ്റർ വെച്ച് മണ്ണ് മാറ്റുന്ന സമയമാണെങ്കിൽ ആ സ്ഥലത്തെല്ലാം, അതല്ലെങ്കിൽ ഞാൻ ഓരോ ആഴ്ച കൂടുന്തോറും വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നതാണ്. ആ സ്ഥലത്തെല്ലാം ഇപ്പോൾ ഈ പറയുന്ന സ്ലാബിൻ്റെ ഓടേൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. ഒരിടത്തും ഒരു ലാഗും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണസമയത്ത് നമ്മളെ പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുക. കാരണം ഇനി പോർട്ടിനകത്ത് പുറത്തു നിന്നുള്ള ഈ പറയുന്ന ഹെവി സ്റ്റോണുകളുമായിട്ടുള്ള ലോറികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ റോഡ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക. അത് കാരണം വളരെ വേഗത്തിലാണ് ഇതിൻ്റെ പണികളെല്ലാം നടന്നു പോകുന്നത്. അത് പൂർണ്ണമായിട്ട് നമുക്കറിയാം. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിട്ടിന്ന് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഭാഗത്തെല്ലാം അടിയെല്ലാം അതായത് മണലാണ്. മണലെന്ന് പറയുമ്പോൾ ചെമ്മണ്ണല്ല, വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മണ്ണ് വരാൻ കാരണം നമ്മൾ ST സ്ക്രീൻ കാണാൻ സാധിക്കും. ഇപ്പോൾ മണ്ണ് വരാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ആദ്യം പറഞ്ഞ ട്രഡ്ജ് ചെയ്ത മണലാണ് ഇവിടെ മൊത്തവും ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് കാരണം ഇവിടെ എവിടെയൊക്കെ തോണ്ടിയാലും നമുക്ക് ചെമ്മണ്ണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. മണൽ തന്നെയാണ്. ഈ ഭാഗമെല്ലാം കടലുള്ള പ്ലേസ് തന്നെയായിരുന്നു. ഇത്രയും ഭാഗത്തെല്ലാം ഞങ്ങൾ ഫസ്റ്റ് നിവർത്തിയെടുത്ത ഭാഗമാണ് ഇതെല്ലാം, അതായത് ഫില്ല് ചെയ്തെടുത്ത ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പിന്നെ ധാരാളം വള്ളങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത്രയും ആഴത്തിലാണ് നിലവിൽ എക്സ്കവേറ്റർ വെച്ച് ഓടേൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള കുഴികൾ എടുത്തിട്ടുള്ളത്. കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് നോക്കാം ഈ റോഡ് എത്രത്തോളമാണ് പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. എവിടെ നമുക്ക് ചൊല്ലും, എത്രത്തോളം ആൾക്കാർ ഈ സൈഡിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ധാരാളം നാച്ചുറൽ സ്റ്റോണുകളെല്ലാം കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇത്രയും വരെയാണ് ഇതിൻ്റെ ഓടേൻ്റെ ഭാഗങ്ങളുടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച്
മണ്ണ് മാറ്റിയിട്ടുള്ളതും കാണാൻ സാധിക്കും. ഇനി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്. ഈ ഭാഗത്തെല്ലാം നമ്മുടെ ഈ പറയുന്ന മെറ്റലിട്ട് ചെളി വരാതിരിക്കാൻ വേണ്ടി ലെവൽ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ചെടികളൊന്നും ഇല്ലാതെ ഇപ്പോൾ മഴച്ചെടി പോലെ വളർന്നു നിൽക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് കടലാണ്, കണ്ടാൽ മനസ്സിലാവും. പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. പോർട്ടിനോട് ചേർന്നിട്ടുള്ള പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൽ ചേർന്നിട്ടുള്ള റോഡാണ്. ഈ റോഡിൻ്റെ എക്സ്റ്റൻഷൻ എവിടം വരെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഈ ഭാഗത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 15 മീറ്ററോളം വീതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൈഡിൽ കൂടി എല്ലാം ഈ റോഡിൻ്റെ സൈഡ് കഴിഞ്ഞിട്ടാണ് ഈ ഓടേൻ്റെ പോർഷനുള്ള ഈ സൈഡിലെല്ലാം വീടുമുണ്ട്, താമസക്കാരുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വള്ളങ്ങൾ നിർത്തിയിട്ടിരുന്ന ഈ സ്ഥലങ്ങളെല്ലാം ആദ്യകാലത്ത് ട്രെഡ്ജ് ചെയ്ത മണൽ തന്നെയാണ്. അല്ല, ഈ സ്ഥലം മൊത്തവും കടലുള്ള സ്ഥലം തന്നെയായിരുന്നു, കടൽ കയറി കിടന്ന സ്ഥലം തന്നെയായിരുന്നു ഇതെല്ലാം. കണ്ട ധാരാളം ഇവിടെ കുറച്ച് വള്ളങ്ങളെ ഇപ്പോൾ നിലവിലുള്ള, ധാരാളം വള്ളങ്ങളെന്ന് പറയാൻ വന്നതാണ്. ധാരാളം വള്ളങ്ങളില്ല, കാരണം കൂടുതലായി വെള്ളങ്ങൾ ഇപ്പോൾ മീന് പിടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ വിഴിഞ്ഞ സീസൺ കൂടിയാണ്. ധാരാളം ഫിഷ് ഹാർബറിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിലയുടെ കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് നമ്മൾ ഈ കാണുന്ന ഇവിടെയുള്ള ആ വ്യൂ കണ്ടോ. ഇതേപോലെ വെള്ളം ഒലിച്ചിറങ്ങി വരും കണ്ടോ. ഇങ്ങനെ ഒലിച്ചിറങ്ങി വന്ന് നമ്മുടെ പോർട്ടിലേക്ക് പോകുന്നതിന് പകരമാണ് ഈ ഓടേൻ്റെ വർക്കുകൾ ഇവിടെ ചെയ്യുന്നത്. കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം. ഈ റോഡ് എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് മാറി ഇപ്പോൾ നേരെ ഹാർബറിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വള്ളങ്ങളാണ്. നമ്മുടെ ഹാർബറിൻ്റെ 2 പോർഷനുണ്ട്. ഈ പോർഷനിൽ വള്ളങ്ങളെല്ലാം പാർക്ക് ചെയ്ത്, അപ്പുറത്തെ പോർഷനിലും വള്ളങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പോർഷനിൽ വള്ളങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മീനിൻ്റെ ലേലം വിളികൾ നടക്കുന്ന സമയം തന്നെയാണിത് കണ്ടോ. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്ലേസ് തൊട്ടടുത്തൊരു ചർച്ചുണ്ട്. ചർച്ചിൻ്റെ ഓഡിറ്റോറിയമാണ് കണ്ടോ. ഈ ഓഡിറ്റോറിയം താഴെയും ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കിൻ്റെ ഈ പറയുന്ന സ്റ്റോണുകളാണ് ഈ സൈഡിലെല്ലാം കൂട്ടിയിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ധാരാളം വർക്കേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൈഡിൽ ഓടേൻ്റെ വർക്കും ഉടൻ തന്നെ വരുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് മനസ്സിലായി എത്രത്തോളമാണ് ഓട നിലവിൽ ഈ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഈ റോഡ് ഈ റോഡ് എത്രത്തോളം എത്തും എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെയും ഈ പറയുന്ന പൊരിവെയിലത്തും ധാരാളം സ്റ്റാഫുകൾ പണി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. അയൺ റോഡ്സൊക്കെ വളയ്ക്കുന്ന ചേട്ടന്മാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. പുള്ളിക്കാരൻ്റെ ചിരിയൊക്കെ നടത്തും നമ്മളെ കണ്ടിട്ട്. എന്തോ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പുള്ളി. ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ചാനലിലൊക്കെ വരുമോ, എന്നെ കൂടി കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹാർബറിൻ്റെ പോർഷൻ. നമുക്ക് ഹാർബറിൻ്റെ പോർഷനിലോട്ട് റോഡ് പോകാൻ കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെസലൊക്കെ ഉള്ള ആ സൈഡിലാണ്. അവിടെ ഒരു ബെർത്തുമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ വെസലും ബെർത്തും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പാലവുമുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. വളരെ ദൂരെയായിട്ട് നമുക്ക് അത് ആ സൈഡിൽ ആൾക്കാർ കുറച്ച് കൂടി നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു പാലവുമുണ്ട്. ഈ പാലം ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഈ റോഡ് പൂർണ്ണമായിട്ടും ഹാർബറിൻ്റെ അങ്ങോട്ട് മാറും. അവിടെ കോസ്റ്റ് ഗാർഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയായിരിക്കും ഈ റോഡ് അങ്ങോട്ട് പോകുന്നത്. ഇതാണ് ഈ റോഡിൻ്റെ വിശേഷം. ഇത് ലാസ്റ്റായി ഇത് നമുക്ക് STS ക്രെയിനുകളെയും പോർട്ടും വളരെ വ്യക്തമായിട്ട് ഈ വ്യൂവിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.